ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണി ഇസ്രായേലിന് മുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പെന്റഗൺ അറിയിച്ചത്. ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പകരമായി ഭീകര സംഘടന ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇത് ആക്രമണം അവസാനിച്ചു എന്നതിന്റെ സൂചനയല്ലെന്നും ഏത് സമയം അവർക്ക് മേൽ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പെന്റഗൺ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ വ്യക്തമാക്കി. ഇറാന്റെ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ ആക്രമണം തുടരുമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും ഇസ്രായേലിന് നേരെ ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവായിട്ടില്ല എന്നും പാട്രിക് റൈഡർ പറഞ്ഞു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നതല്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നേരത്തെ പറഞ്ഞിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആണവായുധ ഭീഷണികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും യോജിച്ച് നിൽക്കണമെന്നും യോവ് ഗാലന്റ് പറയുന്നു. US ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ സിക്യുവുമായി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹലേവി US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ബ്രൌണിനെ അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കൂടുതൽ കമാൻഡർമാരെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ തുടരുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നും ഹലേവി അറിയിച്ചു. ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള ഭീകരർ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ലബനനിൽ 3 പേരും ഇസ്രായേലിൽ ഒരാളും മരിച്ചിരുന്നു. പിന്നാലെ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു. എന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇരു കൂട്ടരും പറയുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രതികാരം തീർക്കൽ സർവ്വസന്നാഹത്തോടെ മാത്രമാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തുടങ്ങിയാൽ തീർത്തിട്ടേ നിർത്തൂ എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനായി കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ശേഖരിക്കുകയാണ്. മാത്രവുമല്ല, ഇസ്ലാം രാജ്യങ്ങളുടെ പിന്തുണയും വൻ ശക്തികളുമായുള്ള ആയുധധാരണയും സൈനിക സഹകരണവും ഉറപ്പിക്കുകയാണ് ഇറാൻ. റഷ്യയിൽ നിന്നും ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർക്കാനുള്ള ആയുധം ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇസ്രായേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ വേണം. ഇസ്രായേൽ ഒറ്റയ്ക്കാണെന്ന ധാരണയിൽ യുദ്ധം ആരംഭിച്ചാൽ പരാജയം ഉറപ്പാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്തെത്താം. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാന്റെ നീക്കമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെ സഹായിക്കാൻ റഷ്യ തയ്യാറായിട്ടുണ്ട്. ഇസ്രായേലിന്റെ അയൺ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയതായാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ, ഉത്തര കൊറിയ, ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കും. ഈ ആശങ്ക അമേരിക്കയ്ക്ക് ധാരാളമായുണ്ട്. ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനുമുണ്ട്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാർ തന്നെയാണ്. ഇത് അമേരിക്കയ്ക്കുണ്ടാകുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ്. ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേർ ആക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറാനെതിരെ ഒരു ആക്രമണമുണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയില്ല. നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക. ഈ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.